Hello everyone, welcome back to the channel. ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ അഗ്നിപരീക്ഷ ഡേ 2 എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സ് എന്താണ് പറഞ്ഞത്? എല്ലാവരും കണ്ടിരുന്നോ? അതോ ഇന്നാണോ ടി വിയിൽ കാണാൻ പോകുന്നത്? ഓ, എന്തൊരലമ്പായിരുന്നു! അതാണോ ഇന്നലത്തെ കുറച്ചുകൂടി എനർജി ഉണ്ടായിരുന്നു എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? ഇന്നലത്തെ എപ്പിസോഡിൽ 20 പേർ തോറ്റു പുറത്തു പോയപ്പോൾ ആ തോൽവിയിൽ നിന്നുണ്ടാക്കിയ ഒരു കടുപ്പമുള്ള തീപ്പൊരിയുമായിട്ടാണ് ഇന്നത്തെ 20 പേർ സ്റ്റേജിലേക്ക് കയറി വന്നത്. ബട്ട് ലെറ്റ്സ് ടോക്ക് സ്ട്രൈറ്റ്. ഇന്ന് മത്സരാർത്ഥികളാണോ മാസ് കാട്ടിയത്, അതോ ജഡ്ജസ്, പ്രത്യേകിച്ച് രഞ്ജിനി ഹരിദാസ് ആണോ ഓവറാക്കിയത്? ജെറ്റിയുടെ സ്ട്രാറ്റജി അൺഫെയർ, പക്ഷെ ശ്യാമിന്റെ സ്ട്രാറ്റജി ഫെയർ. സൂംബ ഇൻസ്ട്രക്ടർ ആയതുകൊണ്ടാണോ നിതിനെ പുറത്താക്കാം? കട്ട വീണ വീഴ്ചയിൽ രാകേഷിന് പെറ്റന്റ് കൊടുക്കാം. ഇത് എന്തൊരു ജഡ്ജ്മെന്റ് ആണ് സാറേ! ഇന്നത്തെ എപ്പിസോഡിലെ മുഴുവൻ തകർപ്പൻ പോയിന്റുകളും ജഡ്ജസിന്റെ പാർഷ്യാലിറ്റിയും നമുക്ക് കൃത്യമായി വിശകലനം ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്യൂ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എപ്പിസോഡ് തുടങ്ങി റെനീഷ ഷോ ഹാൻഡിൽ ചെയ്യുന്ന രീതി എന്റർടൈനിങ് ആയിരുന്നു. ബട്ട് സ്റ്റാൻഡേർഡ് സീൻ മാറിയത് 20 കണ്ടസ്റ്റൻസ് തിരികെ വന്നപ്പോഴാണ്. ഈ 20 പേരും വന്നു നിന്നപ്പോൾ തൊട്ടേ പൂജ തുടങ്ങി. ഇന്നലെ ജസ്റ്റിസ് സെർവ് ചെയ്തില്ല, കരഞ്ഞ സീൻ ഉണ്ടാക്കിയ പൂജയ്ക്കാണ് ഇന്നലെ പെൻഡന്റ് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ് അവിടെ രഞ്ജിനി ഹരിദാസ് എടുത്തു ചാടി അവരെ അടിച്ചൊതുക്കിയതും ഒക്കെ. നിങ്ങൾക്ക് അന്നേരം സംസാരിക്കാൻ നാക്കില്ലായിരുന്നു എന്ന് ചോദിച്ചത് ന്യായമാണ്. പക്ഷെ അതിനുശേഷം നടന്നത് എന്താണ്? സ്റ്റോപ്പ് ടോക്കിംഗ്, ഷട്ട് അപ്പ്, നോ മോർ ടോക്കിംഗ് ഓർ വി വിൽ ലീവ് എന്നൊക്കെ പറഞ്ഞ് രഞ്ജിനി ഹരിദാസ് കാണിച്ച ആ ഒരു വൺ മാൻ ഷോ അഖിൽ വാരാരും റിയ സലീമും പോലും റൈറ്റ് സൈഡിൽ കാഴ്ചക്കാരായി പോയി. ഇത് ബിഗ് ബോസ് ഹൗസ് അല്ല, അഗ്നി പരീക്ഷയാണ്. ഇവിടെ തീരുമാനങ്ങൾ 3 ജഡ്ജസും കൂടി പറയേണ്ടിടത്ത് രഞ്ജിനി അനാവശ്യമായി ഓവർ റൈസ് ആവുന്നത് പോലെ പ്രേക്ഷകർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റ് പറയാൻ പറ്റില്ല. ഇനി നമുക്ക് ആദ്യത്തെ ടാസ്കിലേക്ക് വരാം. കട്ടക്കൂടാരം, ജിയോമെട്രിക്കൽ 3D ഷേപ്പ് ബിൽഡിംഗ് ടാസ്ക് ആണ്. ഇവിടെ രഞ്ജിനിയുടെ ടീം ആദ്യം കളിച്ചത്. ഷിജുലാൽ, രാകേഷ്, വൈശാഖ്, സ്റ്റീനിയ, നന്ദകിഷോർ, പൂജ എന്നിവരായിരുന്നു ഇതിൽ. പൂജാസ് ബ്ലെയിം ഗെയിം. രാകേഷിന്റെ കട്ട വീണ് തന്റെ ബിൽഡിംഗ് തകർന്നു എന്ന് പറഞ്ഞ് പൂജ വീണ്ടും രോഷാകുലയായി. ഓവർ കോൺഫിഡൻസും എപ്പോഴും മറ്റുള്ളവരുടെ മേൽ കുറ്റം ചാരുന്ന ശീലവും കാരണം പൂജയെ ഡയറക്റ്റായി ഔട്ട് ഹൗസിലേക്ക് പറഞ്ഞയച്ചു. അത് ന്യായമായ തീരുമാനമായിരുന്നു. നെക്സ്റ്റ്, രാകേഷ് ആൻഡ് ഷൈജുസ് ഡിസിഷൻ. ഷിജു ബസറടിച്ചപ്പോൾ നിർഭാഗ്യവശാൽ കട്ടകൾ വീണുപോയ ഷിജുലാലിനെ പെൻഡന്റ് കൊടുത്തു. ഓക്കെ, ആ എഫേർട്ടിന് കൊടുത്തതെന്ന് മനസ്സിലാക്കാം. പക്ഷെ രാകേഷിന് എന്തിനാണ് ഇൻഫിനിറ്റി പെൻഡന്റ് കൊടുത്തത്? രാകേഷ് പെർഫോം ചെയ്തത് സ്ട്രാറ്റജിക്കലി ആയിരുന്നു എന്ന് ജഡ്ജസ് പറയുന്നു. എന്നാൽ സത്യത്തിൽ ചക്ക വീണ് മുയൽ ചത്തതുപോലെ കട്ട മറിഞ്ഞു വീണതിനാണ് പുള്ളിക്കാരന് പെൻഡന്റ് കിട്ടിയത്. വൈശാഖ് ആ പീസ് വെച്ചില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് പെൻഡന്റ് കൊടുത്തില്ല. രാകേഷിന്റെ സംസാരവും പേഴ്സണാലിറ്റിയും കൊള്ളാം. എന്നാൽ ടാസ്ക് പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ അവിടെ അല്പം പാർഷ്യാലിറ്റി തോന്നിയില്ലേ? ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും വലിയ ചൂടേറിയ തർക്കം നടന്നത് റിയാസിന്റെ ടീം കളിച്ച ബാംബു സ്റ്റിക് ടാസ്ക് ആണ്. ചെണ്ടയുടെ താളത്തിൽ ചാടി കൊട്ട് നിർത്തുമ്പോൾ മുളവടി വിട്ട് അടുത്തയാളുടെ ഇത് പിടിക്കണം. ഇതിൽ അവസാന ഘട്ടത്തിലെത്തിയത് ജെറ്റി പി തോമസും ടാഷിയുമാണ്. ജെറ്റി അവിടെ ചെയ്തത് വളരെ സ്മാർട്ടായ ഒരു സ്ട്രാറ്റജി ആയിരുന്നു. ടാഷിക്ക് പിടിക്കാൻ കിട്ടാതിരിക്കാൻ വടി നിലത്തേക്ക് തള്ളി സ്ലൈഡ് ചെയ്ത് കളഞ്ഞു. ടെക്നിക്കലി ഗെയിം ജെറ്റി ജയിച്ചു, പക്ഷെ ജഡ്ജസ് കൺഫ്യൂസ്ഡ് ആയി. റീമാച്ച് കളിക്കാമെന്ന് പറഞ്ഞു. സേഫ് പ്ലേ കളിക്കാൻ നോക്കിയ ജെറ്റി വേണ്ട എന്ന് പറഞ്ഞ നിമിഷം രഞ്ജിനിക്ക് വീണ്ടും ദേഷ്യം വന്നു. എങ്കിൽ പിന്നെ ഈ റൗണ്ടിൽ താഷിയാണ് വിന്നർ എന്ന് പറഞ്ഞ് താഷിക്ക് വിട്ടിട്ട് കൊടുത്തു. ജെറ്റി കാണിച്ചത് ഒരു സ്ട്രാറ്റജി മാത്രമായിരുന്നു. ആ ഒരു സ്ട്രാറ്റജിക്ക്
സ്ട്രാറ്റജിക് മൂവിനെ അഭിനന്ദിക്കുന്നതിന് പകരം രഞ്ജിനി വ്യക്തിപരമായ ദേഷ്യം തീർക്കാൻ താഷിയെ വിന്നറാക്കിയതായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. ഇനി മൂന്നാമത് അഖിൽമാരാരുടെ ടീം എന്ന ടാസ്ക് നോക്കാം. സ്ട്രോ എയർ ലിഫ്റ്റ് ടാസ്ക്. സ്ട്രോ ഉപയോഗിച്ച് സ്വന്തം കളർ പേപ്പറുകൾ വലിച്ചെടുത്ത് ബൗളിൽ ഇടണം. ലോലിത ഏറ്റവും കൂടുതൽ പേപ്പർ കളക്ട് ചെയ്ത് 26 എണ്ണം അർഹിച്ച പെൻഡന്റ് നേടി. ശ്യാം ഷാജി 24 എടുത്തു. ഒപ്പം മറ്റുള്ളവരുടെ പേപ്പറുകൾ സ്ട്രോ വെച്ച് ഊതി തെറിപ്പിച്ച് സ്ട്രാറ്റജിക്കലി കളിച്ചു. സ്ട്രാറ്റജി ഉപയോഗിച്ചു എന്ന കാരണത്താൽ ശ്യാമിന് പെൻഡന്റ് നൽകി. ഇവിടെയാണ് ബിഗ് ബോസ് പ്രേക്ഷകർ ചോദിക്കുന്ന ചോദ്യം. ശ്യാം മറ്റുള്ളവരുടെ പേപ്പർ ഊതി തെറിപ്പിച്ചപ്പോൾ അത് ഗ്രേറ്റ് സ്ട്രാറ്റജി, ചെറ്റി മുളവടി തള്ളിയിട്ടപ്പോൾ അത് ബാഡ് ബിഹേവിയർ, അൺഫെയർ. ഇത് എന്തൊരു ഇരട്ടത്താപ്പാണ് ജഡ്ജസെ. അതുപോലെ സൂംബ ഇൻസ്ട്രക്ടർ ആയ നിന്ദിനെ നിനക്ക് ബ്രീത്തിങ് കൂടുതൽ വേണമായിരുന്നു എന്ന് പറഞ്ഞ് ഔട്ട് ഹൗസിലേക്ക് തള്ളിയത് വൻ അൺഫെയർ ആണ്. ബിഗ് ബോസ് റിവ്യൂവർ ഹൗസിൽ പോയി മിണ്ടാതിരുന്നാൽ നീ റിവ്യൂവർ അല്ലേ, പുറത്തു പോ എന്ന് പറയുന്നത് പോലെ അസംബന്ധമായ ന്യായീകരണമായി അത്. ഒടുവിൽ ഈ എപ്പിസോഡ് കഴിയുമ്പോൾ ഔട്ട് ഹൗസിലേക്ക് പോയത് നന്ദകിഷോർ, പൂജ, ഷാമോൻ, റിജോ, അഫിയാനസ് ആൻഡ് നിതിൻ എന്നിവരാണ്. മൊത്തത്തിൽ നോക്കിയാൽ എപ്പിസോഡ് 1 കണ്ടസ്റ്റൻസിന്റെ എനർജിയിലും ഗെയിം സ്ട്രാറ്റജിയിലും എപ്പിസോഡ് 2 ഒരു പടി മുന്നിലായിരുന്നു. എന്നാൽ ജഡ്ജിംഗ് പാനലിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ പ്രേക്ഷകരിൽ വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നുണ്ട്. നാളത്തെ എപ്പിസോഡിൽ 40 കണ്ടസ്റ്റൻസും ഒരുമിച്ച് സ്റ്റേജിൽ നേർക്കുനേർ വരുന്നു എന്നാണ് റെനീഷ പറഞ്ഞത്. അവിടെ വൻ അംഗം തന്നെ പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഏത് ജഡ്ജ്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ അൺഫെയർ ആയി തോന്നിയത്? ജെറ്റിയോട് കാണിച്ചതോ അതോ നിജിനോട് കാണിച്ചതോ? താഴെ കമന്റിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത എപ്പിസോഡ് റിവ്യൂവുമായി വീണ്ടും കാണാം. Until then, bye bye.